നമ്മുടെ നൂണ്ടിയ സഭയിൽ നൂണ്ടിയ. അപ്പോൾ ഈ സഭയുടെ സ്ഥാപകനാ പാസ്റ്റർ വി എ തമ്പി അവർ കടന്നുപോയി. അദ്ദേഹത്തിൻ്റെ സഹധർമ്മണി മറിയാമ്മ തമ്പി. അപ്പോൾ വി എ തമ്പിച്ചനെ ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ ഇറങ്ങിയ ആളാണ്. വളരെ പ്രതികൂല സഹിച്ചായി ഇറങ്ങിയത് ഈ മാർഗത്തിൽ വന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരന്മാർ പലരും ഇപ്പോഴും ഉണ്ട്, ചിലർ കടന്നുപോയി. അപ്പോൾ ആ കുടുംബത്തിൽ നിന്ന് ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്നയാളാണ്. ഒത്തിരി ഉപദ്രവങ്ങളും ആക്ഷേപവും പരിഹാസവും ഒക്കെ സഹിച്ച് പട്ടിണിയൊക്കെ കിടന്നയാളാണ്. ഇത് മാനുഷികമായിരുന്നേ അന്നേ തീർന്നേന്. ഇപ്പോൾ സന്തോഷത്തോടെ പറയട്ടെ, മാനുഷികമല്ലാഞ്ഞതുകൊണ്ട് എത്രയോ സഭകളുണ്ടായി, എത്രയോ ശുശ്രൂഷകന്മാർ ഈ മാർഗത്തിൽ വന്നു, ബൈബിൾ സ്കൂൾ നടത്തി. കർത്താവിൻ്റെ ദാസി മറിയാമ്മ തമ്പി അതിന് വലിയ പുള്ളിക്കാരുടെ ദൈവം തമ്പുരാൻ കഴിഞ്ഞാൽ, പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി കഴിഞ്ഞാൽ മറിയാമ്മ തമ്പിയെ ദൈവം ശക്തമായിട്ട് ഉപയോഗിച്ചു. ഞാൻ ചിലരോടൊക്കെ ഇടപെട്ടിട്ടുണ്ട്, ചിലർക്ക് പുള്ളിക്കാരിയെ ഇഷ്ടമല്ല. പുള്ളിക്കാര്യം വേറെയാണെന്നാണ് പറയുന്നത്. അങ്ങനത്തെ സുഖമുള്ളവന്മാരും ഉണ്ട് ഇതിനകത്ത്, ഉണ്ട്. പക്ഷേ ആ കർത്തൃദാസി വളരെ അയ്യോ എന്ന് നോക്കുന്നുള്ള കാര്യം ഒന്നും പേടിക്കാനൊന്നും എല്ലായിടത്തും ഉണ്ടല്ലോ, ഈ ഉണ്ട്. അപ്പോൾ ആ ദൈവരാശി വളരെ കൃപാവരമുള്ള, പ്രാർത്ഥിക്കുന്ന, പ്രവചനാത്മാവി നിറഞ്ഞ് വളരെ പ്രവർത്തിച്ചൊരു ദൈവരാശിയാണ്. സഹോദരിമാരുടെ കൂട്ടത്തിൽ വളരെ അധ്വാനിച്ച കർത്തൃദാസിയാണ്. അപ്പോൾ അവർ രണ്ടുപേരും നന്നായിട്ട് പ്രവർത്തിച്ചു. ആരംഭകാലത്ത് ഈ ബഹുമാനപ്പെട്ട മൺമറഞ്ഞ തമ്പിച്ചായത് ഒത്തിരി പ്രതികൂലം സഹിച്ചതാണ്. ഇത് മാനുഷികമായിരുന്നെങ്കിൽ അന്നേ നിന്നേന്. ഞൂണ്ടി ആയതുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ. ഇത് ദൈവീകമാണ്. ഇത് മാനുഷികമായിരുന്നെങ്കിൽ എന്നേ തകർന്നു പോയതിന് സുവിശേഷം. ഇത് അമേരിക്കക്കാരുടെ കണ്ടുപിടുത്തമല്ല സുവിശേഷം, കുക്കു സാഹിബിൻ്റെതല്ല, ഉണ്ണുണ്ണി സാറിൻ്റെതുമല്ല. സ്തോത്രം. ഇത് TPMൻ്റെ സ്ഥാപകൻ പോളിൻ്റെതുമല്ല. ഇത് സർവ്വജനായ ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ആട്ടെ, വിവരിക്കുന്നില്ല. അപ്പോൾ സുവിശേഷം മാനുഷികമല്ല, ഇത് ദൈവീകമാണ്.